ഹായ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് 3 മന്ത്സിൻ്റെ ട്രേഡിംഗ് പ്രോഗ്രസ് ആണ് കാണിക്കാൻ വിചാരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഈ മന്ത് കൂടി. ലാസ്റ്റ് 3 മന്ത്സിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് മന്ത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഒരു $66 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം ആ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ ഈ എമൗണ്ട് മൊത്തമായിട്ട് വാഷ് ഔട്ട് ചെയ്യാതിരിക്കാനും പിന്നെ ഗോൾ എന്ന് വെച്ചാൽ ഈ എമൗണ്ട് ഗ്രോ ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പം ഞാനൊരു CAD എന്നിലായിരുന്നു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടത്. അത് ഏകദേശം ഈ ഒരു പ്രൈസിലായിരുന്നു എൻ്റർ ചെയ്തത്. ആ പ്രൈസിൽ എൻ്റർ ചെയ്തു. ഏകദേശം ഈ പ്രൈസ് എത്തുമ്പോൾ എക്സിറ്റ് ചെയ്തു. ഏകദേശം ഈ പ്രൈസിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ പ്രൈസിന് എക്സിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അത് ഏകദേശം ഒരു എക്സിറ്റ് ചെയ്തത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 250 പിപ്സ് മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ $66 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് എക്സിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം $480 എക്സിറ്റ് ചെയ്തു. 10 ദിവസം ഹോൾഡ് ചെയ്തു ട്രേഡ്. 250 പിപ്സ് മൂവ് ആയിരുന്നു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ട്രേഡിൽ ഞാൻ ഈ ട്രേഡ് പ്ലേസ് ചെയ്ത തൊട്ട് മുതൽ എക്സിറ്റ് ചെയ്യുന്ന വരെ ഉള്ള ഒരു എക്സിറ്റ് ചെയ്യുന്ന വരെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്നായിരുന്നു എൻ്റർ ചെയ്തത്. ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മെയിൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ചെറിയ ലോഡ് സൈസിലായിരുന്നു എൻ്റർ ചെയ്തത്. ഏകദേശം 0.05 ആ ലോഡ് സൈസിൽ വെച്ചിട്ടായിരുന്നു എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അക്കൗണ്ട് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇനീഷ്യൽ എമൗണ്ട് $66 ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഏകദേശം 0.05 ലോഡ് സൈസ് എല്ലാം ഉണ്ടായിരുന്നു എൻ്റർ ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ അപ്പോൾ 66 അക്കൗണ്ട് ബാലൻസ് ആയിരുന്നു ഇവിടുന്ന് എൻ്റർ ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ മൂവ് ചെയ്തു, ഇവിടുന്ന് സ്കെയിലപ്പ് ചെയ്തു. പിന്നെ അക്കൗണ്ട് ഏകദേശം ഇവിടെ എത്തുമ്പോൾ $150 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് എല്ലാം സ്കെയിലപ്പ് ചെയ്തുകൊണ്ടും പിന്നെ ഒരു ബൈ ട്രേഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു മൂവ് വന്നു. ഈ ഓപ്പോസിറ്റ് മൂവ് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം എൻ്റെ അക്കൗണ്ട് ബാലൻസ് വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു പ്രോഫിറ്റ് ഏകദേശം $150 ഏകദേശം പ്രോഫിറ്റ് വരുന്ന $40 എത്തി അക്കൗണ്ട്. ഏകദേശം $40 അക്കൗണ്ട് ബാലൻസ് മൊത്തം. അപ്പോൾ ഈ മൂവ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മൂവ് വന്നപ്പോൾ എൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അക്കൗണ്ട് ഞാൻ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ലോഡ് സൈസ് മെയിനായിട്ട് ചെറിയ ലോഡ് സൈസ് ആയിരുന്നു ഇട്ടത്. പിന്നെ സ്കെയിലപ്പ് ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടായിരുന്നു സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് ഒരു മൂവ് വന്നപ്പം എൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയിട്ടില്ല. അതായിരുന്നു മെയിൻ ഫേസ് ചെയ്തത് ആ സംഭവം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അനലൈസ് ചെയ്തത് നമുക്കറിയാം ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ഹോൾഡ് ചെയ്യും. പിന്നെയും നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു റീസൺ വെച്ചിട്ടാണല്ലോ. അതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഹോൾഡ് ചെയ്തു. പിന്നെ ഏകദേശം എന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്രാജുവലി സ്കെയിലപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ എമൗണ്ട് ഗ്രോ ചെയ്യാന്നുള്ള പ്ലാനല്ല. അപ്പോൾ ഏകദേശം ഗ്രാജുവലി സ്കെയിലപ്പ് ചെയ്തു. ഏകദേശം എക്സിറ്റ് ആവുന്നത് ഏകദേശം $480 എക്സിറ്റ് ആയി. ഇവിടുന്ന് എൻ്റർ ആയി ഏകദേശം 250 പിപ്സോളം ക്യാച്ച് ചെയ്യാൻ പറ്റി. എക്സിറ്റ് ആവുമ്പോൾ ഏകദേശം $480 ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത് മെയിനായിട്ട് ഒരു ട്രേഡെല്ലാം എൻ്റർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മെയിനായിട്ട് റിസ്ക് മാനേജ് ചെയ്യുന്നുള്ളതാണ് മെയിൻ. റിസ്ക് മാനേജ് ചെയ്യാം. പിന്നെ കുറേ ഇഷ്യൂസ് ഇപ്പം അൺയൂഷ്വൽ ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഇപ്പം ഉണ്ടാകുമ്പോൾ അൺയൂഷ്വലായിട്ട് നമ്മൾ വിചാരിക്കാത്ത കുറേ സംഭവം നടക്കുകയാണെങ്കിൽ, അപ്പോൾ അത് എങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ മെയിനായിട്ട് നമ്മൾ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യാതിരിക്കാന്നാണ് മെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് റിസ്ക് എൻ്റർ ചെയ്യുക, ട്രേഡ് റിസ്ക് വെച്ച് എൻ്റർ ചെയ്യുക. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മന്തിലെ പ്രോഗ്രസ്. ഏകദേശം $66 ഡെപ്പോസിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നത് $480 പിന്നെ എൻ്റെ സെക്കൻഡ് മന്തിൽ എൻ്റെ ഇനീഷ്യൽ ബാലൻസ് എന്ന് വെച്ചാൽ ഏകദേശം $50 ഉണ്ടായിരുന്നു. ഇനീഷ്യൽ ബാലൻസ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇനീഷ്യൽ $50 ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ട്രേഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മെയിൻ ഞാൻ മന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ട് പ്രോഫിറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ ലോസിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലോസിൽ വരുമ്പം എൻ്റെ അക്കൗണ്ട് മെയിനായിട്ട് വാഷ് ഔട്ട് ആയിട്ടില്ല. സെയിം എമൗണ്ട് തന്നെ
എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി ട്രേഡ്സ് എല്ലാം. മെയിനായിട്ട് ആ മന്ത് എന്ന് വെച്ചാൽ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റി മെയിനായിട്ട്. എമൗണ്ട് വാഷ് ഔട്ട് ചെയ്യാതെ ഇരിക്കാനും പറ്റി. ആ മന്ത് ഏകദേശം പ്രോഫിറ്റ് എടുത്തിട്ടില്ലായിരുന്നു, അക്കൗണ്ട് വാഷ് ഔട്ട് ലോസും ആയിട്ടില്ലായിരുന്നു. ആ മന്ത് അതായിരുന്നു പ്രോഗ്രസ്. പിന്നെ തേർഡ് മന്ത് എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇനീഷ്യൽ ബാലൻസ് എന്ന് വെച്ചാൽ $80 ആയിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ $80 ആയിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. എൻ്റെ ഗോൾ എന്ന് വെച്ചാൽ ഈ എമൗണ്ട് ഗ്രോ ചെയ്യാന്നുള്ളതായിരുന്നു ആ മന്ത്. അപ്പോൾ ആ മന്ത് എന്ന് വെച്ചാൽ ഇപ്പം ആ മന്ത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് തേർഡ് മന്താണ് എന്ന് വെച്ചാൽ ഈ ഒരു മാസം ഞാനൊരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ കണ്ടു. ഗോൾഡിൽ ഞാൻ എൻ്റർ ചെയ്ത് ഇവിടെ ഏകദേശം ഈ ഒരു പ്രൈസിലായിരുന്നു എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സിറ്റ് ചെയ്തത് ഏകദേശം ഒരു 620 പിപ്സോളം ക്യാച്ച് ചെയ്യാൻ പറ്റി ആ ഒരു ട്രേഡിൽ. 620 പിപ്സോളം ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് $80 ആയിരുന്നു. എക്സിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം അക്കൗണ്ട് $250 ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം $230 ഉണ്ടായിരുന്നു ഈ ഗോൾഡ് ട്രേഡിൽ. $220 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ ഏകദേശം 0.01 ലോട്ട് സൈസിൽ ചെറിയ ലോട്ട് സൈസ് ഇട്ടു. ആദ്യം തന്നെ ഫുൾ ലോട്ട് സൈസ് ഇട്ട് ഗ്രോ ചെയ്തതെല്ലാം എൻ്റെ ഗ്രാജുവലി ഇതിന് മുമ്പത്തെ ട്രേഡ്സ് പോലെ തന്നെ ഗ്രാജുവലി സ്കെയിലപ്പ് ചെയ്തതാണ്. പിന്നെ എക്സിറ്റ് ചെയ്യുന്നത് ഏകദേശം ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഗ്രാജുവലി സ്കെയിലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഏകദേശം ഓപ്പോസിറ്റ് മൂവ്സ് വരുമ്പോൾ നമ്മൾ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ അക്കൗണ്ട് പ്രോഫിറ്റ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഇപ്പം അങ്ങനെ വരാതിരിക്കാൻ ചാൻസ് തന്നെ. ഇപ്പോൾ മെയിനായിട്ട് അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യാത്ത രീതിയിലും പിന്നെ ഏകദേശം അക്കൗണ്ട് മൈനസിലേക്ക് പോകാത്ത രീതിയിലും ആവാത്ത റീസൺ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്തതാണ്. അതാണ് മെയിൻ കാരണം, റീസൺ അതാണ്. അതുകൊണ്ടാണ് ഈ ട്രേഡ് സ്മൂത്തായിട്ട് പ്രോഫിറ്റിൽ റൺ ചെയ്തത്. ഏകദേശം എക്സിറ്റ് ചെയ്യുമ്പോൾ $220 ഉണ്ടായിരുന്നു എക്സിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇപ്പോൾ ഈ മന്ത് ലാസ്റ്റ് ഞാൻ ട്രേഡ് എടുത്ത് ഗോൾഡിലായിരുന്നു. അത് ഏകദേശം അക്കൗണ്ട് ബാലൻസ് ഏകദേശം $220 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രേഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പെയറിലായിരുന്നു, യൂറോ GBP പെയറിലായിരുന്നു. അത് യൂറോ GBP പെയറിൽ ഞാൻ ട്രേഡ് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഈ ഒരു പ്രൈസിലായിരുന്നു എൻ്റർ ചെയ്തത്. ഈ ഒരു പ്രൈസിൽ എൻ്റർ ചെയ്തു. ഏകദേശം എക്സിറ്റ് ആവുന്നത് ഏകദേശം ഒരു 20 പിപ്സോളം, ഏകദേശം 20-30 പിപ്സോളം ക്യാച്ച് ചെയ്യാൻ പറ്റി ആ ട്രേഡ്. അപ്പം ലാസ്റ്റ് ട്രേഡ് എടുത്തപ്പം ഏകദേശം $230 ഉണ്ടായിരുന്നു. പിന്നെ എക്സിറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ട്രേഡും കൂടി എടുത്തപ്പോൾ ഏകദേശം $30 ഈ ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ ഈ ട്രേഡ് ഏകദേശം കുറച്ച് സ്മൂത്ത് ട്രേഡ്, ഏകദേശം ഒറ്റ ലോട്ട് സൈസ് ഇട്ടു. പിന്നെ ഇതിൽ ഗ്രാജുവലി സ്കെയിലപ്പ് ചെയ്താൽ നിന്നിട്ടില്ല. ഇവിടുന്ന് ഒരു ഫസ്റ്റ് ഇനീഷ്യലി ഇട്ട ആ പൊസിഷൻ തന്നെ ആയിരുന്നു ഞാൻ പിന്നെ അവിടെ തന്നെ എക്സിറ്റ് ചെയ്തിരുന്നത്. ഇതിൽ പിന്നെ സ്കെയിലപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ട്രേഡിൽ. അതുകൊണ്ട് ഈ ട്രേഡ് ഒരു സ്മൂത്തായിട്ട് പോയി, പ്രശ്നമൊന്നും ഇല്ല. ഈ കുറച്ച് ചാലഞ്ചസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ലായിരുന്നു. ഏകദേശം അത് ഫസ്റ്റ് ഒരു എമൗണ്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് നമുക്കൊരു മൂവ് വരുമ്പോൾ എന്ത് പറ്റാത്ത അക്കൗണ്ട് ബാലൻസും മൈനസിലേക്ക് പോകാതെ ചെയ്യുന്നത്. ഏകദേശം പ്രോഫിറ്റിലായിരുന്നു ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ മന്ത്. അപ്പോൾ ഈ മന്ത് ഏകദേശം ഞാൻ ഡെപ്പോസിറ്റ് ഇനീഷ്യൽ ബാലൻസ് എന്ന് വെച്ചാൽ അക്കൗണ്ട് ബാലൻസ് ഇനീഷ്യൽ എന്ന് വെച്ചാൽ $80 ആയിരുന്നു. എക്സിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം $250-260 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു.